അൻവറിന് മുന്നിൽ UDF പ്രവേശന സാധ്യതകൾ അടയുകയാണ്. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിനെ അവഹേളിച്ചുകൊണ്ട് രംഗത്ത് വന്ന അൻവറിനെതിരെ കടുത്ത അമർഷമാണ് കോൺഗ്രസിനുള്ളിൽ രൂപം കൊണ്ടിരിക്കുന്നത്. മുന്നണിയിൽ കയറാൻ വേണ്ടി കോൺഗ്രസുമായി വീണ്ടും വിലപേശുന്ന അൻവറിനെ അനുനയിപ്പിക്കാൻ നിൽക്കാതെ സ്വന്തം നിലയിൽ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകാനാണ് UDFന്റെ തീരുമാനം. മുന്നണിയിൽ കയറാൻ വേണ്ടി ഇങ്ങനെ വിലപേശുന്ന അൻവറുമായി എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. അതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുൻ MLA PV അൻവറിനോട് ഒത്തുതീർപ്പ് വേണ്ട എന്നുള്ള നിലപാടിൽ കോൺഗ്രസ് നിൽക്കുകയാണ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ പരസ്യമായി PV അൻവർ അപമാനിച്ചു എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അൻവറിന്റെ പ്രസ്താവന അവമതിപ്പ് ഉണ്ടാക്കിയെന്നും കോൺഗ്രസ് വിലയിരുത്തുകയാണ്. ഇനി ഒത്തുതീർപ്പ് പ്രസക്തമല്ല എന്നാണ് പാർട്ടിയുടെ പൊതുവികാരം. ഒത്തുതീർപ്പിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. നേതൃത്വത്തിന്റെ നിലപാട് അത് തന്നെയാണ്. അൻവർ വേണമെങ്കിൽ UDFനെ പിന്തുണയ്ക്കട്ടെ എന്നാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. മുസ്ലിം ലീഗിലും അൻവറിന്റെ നിലപാടിൽ അമർഷമുണ്ടായിട്ടുണ്ട്. ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും അൻവറിനോട് സംസാരിച്ച് ധാരണയിലെത്തിയിരുന്നു. എന്നാൽ എല്ലാ ധാരണയും കാറ്റിൽ പറത്തുന്ന സമീപനമായിരുന്നു കഴിഞ്ഞ ദിവസം അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് കോൺഗ്രസിന്റെ വാദം തന്നെ. സ്ഥാനാർത്ഥിക്ക് മോശം പ്രതിച്ഛായ മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കിയെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന വിമർശനം. നേരത്തെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അൻവർ എന്തിനാണ് നിർണായക ഘട്ടത്തിൽ പാർട്ടിയെ വെല്ലുവിളിക്കുന്നത് എന്നുള്ള ചോദ്യവും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്. അതേസമയം UDF സ്ഥാനാർത്ഥിക്കെതിരായ അൻവറിന്റെ പ്രസ്താവന ലളിതമായി കാണുന്നില്ല എന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറും വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ അൻവർ നടത്തിയ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൻവറിനോടുള്ള കോൺഗ്രസിന്റെ അതൃപ്തി പരസ്യമാക്കുന്നതായിരുന്നു AP അനിൽകുമാറിന്റെ പ്രതികരണം. അതേസമയം കോൺഗ്രസ് കൈവിടുമെന്നുള്ള സൂചന വന്നതോടെ അവസാനവട്ട ബ്ലാക്ക്മെയിൽ തന്ത്രമാണ് അൻവർ പയറ്റുന്നത്. തൃണമൂൽ കോൺഗ്രസിന് UDFൽ പ്രവേശനം അനുവദിച്ചില്ല എങ്കിൽ അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. UDFന് 2 ദിവസത്തെ സമയം നൽകുമെന്നും തീരുമാനമായില്ല എങ്കിൽ PV അൻവർ മത്സരിക്കുമെന്നും TMC നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് EA സുഗു പറഞ്ഞിരുന്നു. UDF പ്രവേശനത്തിൽ തീരുമാനമില്ല എങ്കിൽ PV അൻവർ മത്സരിക്കും. UDF പ്രവേശനത്തിന് കത്ത് നൽകി 5 മാസമായിട്ടും തീരുമാനമായിട്ടില്ല. UDFുമായി വിലപേശലല്ല നടക്കുന്നത്. നാളിതുവരെ മുന്നണി പ്രവേശനത്തിൽ നടപടി ഇല്ലാത്തതിനാലാണ് തീരുമാനമെന്നും EA സുഗു പറയുകയാണ്. അൻവറിന് ജയിക്കുന്ന സാഹചര്യം നിലമ്പൂരിലുണ്ട്. UDF ഘടകകക്ഷികൾക്ക് തുല്യമായ പരിഗണന വേണം. വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിക്കുകയാണ് അൻവർ ചെയ്തത്. ഞങ്ങളോട് നീതി കാണിക്കുന്നില്ല എങ്കിൽ അതിൻ്റെതായ തീരുമാനം എടുക്കേണ്ടി വരുമെന്നും TMC നേതാക്കൾ പറയുകയായിരുന്നു. TMCയുടെ വിലപേശലിന് കോൺഗ്രസ് വഴങ്ങില്ല എന്നാണ് സൂചന. അങ്ങനെയെങ്കിലും UDFലും കയറാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അൻവർ പോയേക്കും. അതേസമയം കോൺഗ്രസ് കടുംപിടുത്തം തുടരുമ്പോൾ ലീഗ് നേതാക്കളെ കണ്ട് അനുനയ ശ്രമത്തിനാണ് അൻവർ ഒരുങ്ങുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയെയും PMA സലാമിനെയും കാണുമെന്നാണ് വിവരം. മലപ്പുറം കാരത്തോടുള്ള PA കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ വെച്ചാകും കൂടിക്കാഴ്ച നടക്കുന്നത്. അതേസമയം PV അൻവറിനെ അനുനയിപ്പിക്കാൻ മുസ്ലിം ലീഗ് ഇടപെടേണ്ട സാഹചര്യമില്ല എന്ന് PV അബ്ദുൾ വഹാബ് MPയും പറഞ്ഞിട്ടുണ്ടായിരുന്നു.